നേതാവ് ശ്രീ ആർ വി ബാബു കൂടി ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, ശ്രീ കെ അനിൽകുമാറിന്റെ ആദ്യ ചോദ്യം, ആളുകൾ കൂടിയതാണോ, ആളുകൾ അങ്ങോട്ട് വരേണ്ട, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ അങ്ങോട്ട് വരേണ്ട, ശബരിമലയിലേക്ക് വരേണ്ട കൂടുതലായി എന്നതുകൊണ്ടാണോ ഇങ്ങനെയുള്ള എതിർപ്പുകൾ വരുന്നത്? പിന്നെ പന്തളം ക്ഷേത്രത്തിൽ പോയി മാലയൂരുന്നത് ഒരാചാരമാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പരാതിപ്പെടുന്നത്? പിന്നെ മാല ഇങ്ങനെ ഊരി ദർശനം കിട്ടാതെ മടങ്ങി ആരെയെങ്കിലും കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് ശ്രീ കെ അനിൽകുമാറിന്റെ ചോദ്യങ്ങൾ. മഞ്ജുഷേ, ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അയ്യപ്പ ഭക്തന്മാരെ നിവൃത്തികേട് കൊണ്ട്, ഒരു നിർവാഹവുമില്ലാത്തതുകൊണ്ട് ദിവസങ്ങളോളം, മാസങ്ങളോളം, അല്ലെങ്കിൽ ആഴ്ചകളോളം നോമ്പ് നോറ്റ് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വന്ന അയ്യപ്പന്മാർ ഇവിടെ കാത്തുകെട്ടിക്കിടന്ന് 20 മണിക്കൂർ 30 മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്ന് അവസാനം അവർക്ക് തിരിച്ചു പോകാനുള്ള ആ ഒരു സൗകര്യം പോലും കിട്ടാതെ വരും എന്ന് കണ്ടപ്പോൾ ആ അയ്യപ്പന്മാർ പന്തളത്ത് അവരുടെ ആ അയ്യപ്പൻ്റെ ഗൃഹമായിട്ടുള്ള പന്തളത്തരജൻ്റെ ആ ക്ഷേത്രത്തിൽ പോയിട്ട്, പന്തളത്തരജൻ്റെ കൊട്ടാരത്തിലെ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ പോയിട്ട് മാലയൂരി മടങ്ങിപ്പോയ സംഭവം, ആ സംഭവത്തെ സംബന്ധിച്ച് ശ്രീ കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞ പ്രസംഗം മുഴുവൻ അയ്യപ്പ ഭക്തന്മാരെയും അയ്യപ്പ വിശ്വാസികളെയും അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതുമാണ്. അതിന് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവനയാണ് സഖാവ് കെ അനിൽകുമാർ അദ്ദേഹം ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തെളിവ് എവിടെയെന്നാണ്. നമ്മൾ ശബരിമല വിഷയത്തെ സംബന്ധിച്ച് ശബരിമലയിലെ തിരക്കും ശബരിമലയിലെ അസൗകര്യങ്ങളും ശബരിമലയിലെ അയ്യപ്പന്മാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെയും സംബന്ധിച്ച് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ സമസ്തമാന പത്രങ്ങളും മീഡിയകളും നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തന്നു. TV ചാനലുകൾ, ഓൺലൈൻ ചാനലുകൾ സകലതും നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. എന്നിട്ടും കെ അനിൽകുമാറും കെ രാധാകൃഷ്ണനും അതേപോലെ ഇടതുപക്ഷക്കാരും ഒക്കെ ചോദിക്കുകയാണ് ശബരിമലയിൽ എന്തായിരുന്നു പ്രശ്നം, എന്ത് പ്രശ്നമാണ് എന്നാണ്. നമ്മുടെ മുമ്പിൽ കാണിച്ചു 20 മണിക്കൂർ 30 മണിക്കൂർ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് ഒടുവിൽ കുഴഞ്ഞു വീഴുന്ന അയ്യപ്പന്മാരെ നമ്മൾ കണ്ടു. ആ അയ്യപ്പന്മാര് ഈ കെ അനിൽകുമാർ കെ രാധാകൃഷ്ണനൊക്കെ പറയുന്നത് കപട ഭക്തന്മാരാണ്, മാലയൂരി തിരിഞ്ഞു പോയെന്നാണ്, അവരുടെ തെളിവ് വേണമെന്നാണ്. അനിൽകുമാറെ, ഈ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ വന്ന് മാലയൂരുന്നത് ഒരാചാരമായിട്ട് നടത്തുന്നത്, ഒരുപാട് സ്ഥലത്ത് മാലയൂരുന്ന ആചാരമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ചേർത്തല ക്ഷേത്രമുണ്ടല്ലോ, ചേർത്തലയിലെ നമ്മുടെ ആ അച്ഛൻ്റെ, എന്താണ്, ഞാൻ ആ അച്ഛൻ്റെ പേര് മറന്നുപോയല്ലോ, വെളുത്തച്ഛൻ. ആ വെളുത്തച്ഛൻ്റെ ക്ഷേത്രത്തിൽ അവിടെ പോയിട്ട് തിരികെ വരുമ്പോൾ മാലയൂരുന്ന ഒരു ചടങ്ങുണ്ട്. കുറേ അയ്യപ്പന്മാർ അങ്ങനെയും ചെയ്യുന്നുണ്ട്. കുറേ അയ്യപ്പന്മാർ പന്തളത്ത് വലിയ കോയിക്കൽ വന്നിട്ട് മാലയൂരി അവിടെയും ദർശനം നടത്തുക. കാരണം പന്തളം ക്ഷേത്രവും പന്തളം കൊട്ടാരവും ഒക്കെ അയ്യപ്പന്മാരെ സംബന്ധിച്ചൊരു വൈകാരികമായിട്ടുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ വന്ന് മാലയൂരി പോകാറുണ്ട്. അവർ മാലയൂരുന്ന ഒട്ടും സന്തോഷത്തിലല്ല സഖാവേ. അവർ മാലയൂരുന്നത്, അവർ ദർശനത്തിന് വന്നത്, അവർ സുഖദർശനത്തിന് അയ്യപ്പനെ കണ്ട് ഒന്ന് വണങ്ങി പോകാൻ വന്നവർ, അവർ വെർച്വൽ ക്യൂ വഴി നിങ്ങൾ ഉണ്ടാക്കിയ സംവിധാനം, നിങ്ങളുടെ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയ സംവിധാനം വഴി ബുക്ക് ചെയ്ത് വന്നവരാ. 80,000 ദേവസ്വം മന്ത്രി നിയമസഭയിൽ അത് വ്യക്തമായിട്ട് പറയുന്നത് 1, 2, 3 ആളുകൾക്ക് മാത്രമേ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അവരുടെ പ്രശ്നം ഈ 10,000-കണക്കിന് ആളുകൾക്ക് സുഖദർശനം കിട്ടിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മറന്നുപോയി എന്നാണ്. അവിടെ സുഖദർശനം സാധ്യമാക്കിയ അത്രത്തോളം ആളുകളുണ്ട്. പക്ഷേ ഈ 2, 3 പേർക്ക് വേണ്ടിയാണെന്ന്. പക്ഷെ അന്ന് നിലയ്ക്കലിൽ കണ്ട ദൃശ്യങ്ങൾ, അതെനിക്ക് തോന്നുന്നത് ശ്രീ കെ അനിൽകുമാറും അത് മറന്നുപോയി എന്ന് തോന്നുന്നു, അന്നത്തെ ആ ദൃശ്യങ്ങൾ. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ശ്രീ ആർ വി ബാബു. അല്ല, അവരാരാന്ന് പറയൂ മഞ്ജുഷേ, അവരാരാന്ന് പറയൂ മഞ്ജുഷേ. നിങ്ങൾ പറയൂ, അവരെ വെളിപ്പെടുത്തും. അവർ ശബരിമല അവരോട് ചോദിക്കും. ആന്ധ്രയിൽ ഒരാളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടില്ല. തെലങ്കാനയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, കർണാടകത്തിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അതങ്ങനെയാണ് ഞാനങ്ങനെ നിങ്ങൾ അവർ സാധാരണ ചാനലുകളിൽ നിങ്ങളാണ് പോസ്റ്റ് പറയുന്നത്. കാരണം എന്താണ്, അവര് ദർശനം ഇപ്പൊ അല്ലല്ല, അത് ഓൺലൈൻ ഒത്തിരി വരും. നിങ്ങൾ എത്രയോ ചാനലുകൾ ഹാജരാക്കണം. ഇപ്പോ RSSന്റെ വാർ റൂം എത്രയോ ചാനൽ ഇറക്കുന്നുണ്ട്. മഞ്ജുഷേ, ഒരാളെ ആരൊക്കെ മാലയൂരി, പറ്റാതെ പോയി ഒരാളെ മാലയൂരി എത്ര പേര് പോയി? അവര് ആന്ധ്രയിൽ നിന്ന് നമ്മൾ ഒരാൾ മതി, അവരെ നമ്മൾ കർണാടകയിൽ നിന്ന് കൊണ്ടുവരണം.
അവരെ തമിഴ്നാട്ടിൽ ഒരാള് മതി. വന്ന് അനിൽകുമാറിന്റെ ഒരാള് മുമ്പിൽ മതി. ഹാജരാക്കണം. ഇവിടുത്തെ മാധ്യമങ്ങള് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് ഒന്നുമല്ല എനിക്ക് ശരി. ഒരാളെ കാണിക്കാനേ ഇവിടുത്തെ പറ്റുള്ളൂ. മാധ്യമങ്ങൾ നേരിട്ട് നമ്മളെ കാണിച്ചതൊന്നുമല്ല ശരി. ഇവിടെ നമുക്കറിയാലോ അനിൽകുമാർ പാർട്ടി നിയമസഭ തല്ലിപ്പൊളിച്ച സംഭവം നടന്നിട്ടില്ലെന്ന് കോടതി പറഞ്ഞതാ. നിയമസഭ തല്ലിപ്പൊളിച്ച സംഭവം നടന്നിട്ടില്ലെന്ന് പറഞ്ഞ സഖാവാണ് അനിൽകുമാറിന്റെ പാർട്ടിയും. ബാബറി മസ്ജിദ് പൊളിച്ചിട്ടില്ലല്ലോ. ഈ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടില്ലല്ലോ. ബാബറി മസ്ജിദ് പൊളിച്ചിട്ടില്ലല്ലോ. അല്ല, ബാബറി മസ്ജിദ് പൊളിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ പൊളിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പൊളിച്ചിട്ടില്ലല്ലോ. ബാബറി മസ്ജിദ് നിങ്ങൾ പൊളിക്കാത്തവരല്ലേ? മന്ത്രിയും പറഞ്ഞത് കൂടുതൽ ആളുകൾ അങ്ങോട്ട് വന്നു, ശബരിമലയിലെ കൂടുതൽ ഭക്തർ ഭക്തർ എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഈ ചർച്ച. ശ്രീ ആർ വി ബാബു ചർച്ചയിലേക്ക് വരണം. ശ്രീ ആർ വി ബാബു, ശ്രീ അനിൽകുമാർ ചർച്ചയിലേക്ക് വരണം. മന്ത്രിയും പറയുന്നു, ഇപ്പോൾ ശ്രീ കെ അനിൽകുമാറും പറയുന്നു, കൂടുതൽ അയ്യപ്പ ഭക്തർ അങ്ങോട്ട് വന്നു, ശബരിമലയിലേക്ക് വന്നു, അതാണ് ആ തിരക്കിന് കാരണം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം അവർക്ക് ഈ തിരക്ക് അനുഭവിക്കേണ്ടി വന്നു, അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. ഇതാണ് അതിനുള്ള മറുപടി. ഇതൊന്നുമല്ല കാരണം. ഇവിടെ കഴിഞ്ഞ വർഷം 2022 2018 നമ്മുടെ ഈ പ്രളയം നടന്ന വർഷം ഉണ്ടല്ലോ, 2018 എൻ്റെ ഓർമ്മ. ഓക്കെ, ആ പ്രളയം നടന്ന വർഷം, ആ കോവിഡ് ഉണ്ടായ വർഷം, ഈ 2 വർഷങ്ങൾ ഒഴിച്ച് ശബരിമലയിൽ ഒരു ദിവസം 1.25 ലക്ഷം പേര് വരെ ദർശനം നടത്തിയതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പത്രങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാർത്ത വേണമെങ്കിൽ എടുത്ത് വായിക്കാം. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് ഇതിനെ സംബന്ധിച്ചുള്ള ചരിത്രം ഒന്ന് നോക്കാൻ വേണ്ടി, ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കിയപ്പോൾ പത്രങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥന്മാര്, സീനിയർ പഴയ റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നു 1.25 ലക്ഷം പേര് വരെ ഒരു ദിവസം ദർശനം നടത്തിയതിന്റെ ചരിത്രമുണ്ട്. അന്ന് ഇല്ലാത്ത തിരക്കും ഈ ബഹളവും 20 മണിക്കൂർ 30 മണിക്കൂർ ക്യൂ നിന്ന സംഭവം ഇന്നുണ്ടാവുന്നതിന്റെ കാരണം എന്താണെന്ന് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം പറഞ്ഞതാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ശ്രീ അനന്തഗോപൻ പോലും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യത്തിൽ. എന്താണ്? പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം ഉണ്ടായിരുന്നു, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? ഈ പറയുന്ന ശബരിമല നമ്മുടെ 18ാം പടി ചവിട്ടിക്ക് പറ്റുന്ന ആ ഒരു ആളുകളുടെ എണ്ണം 90 പേര്, 80, 85, 90 പേരെയൊക്കെ ഒരു മിനിറ്റിൽ കടത്തിയത് 60, 65 താഴ്ത്തേണ്ടി വന്നു. കാരണം എന്താ? പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ല. ക്രൗഡ് മാനേജ്മെന്റ് അറിയാവുന്നവരാരും ഉണ്ടായിരുന്നില്ല മഞ്ജുഷി. അവിടെ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്ന, മുഷ്ടി ചുരുട്ടി അയ്യപ്പന്മാരെ ഇടിച്ചു വീഴ്ത്തി തള്ളി താഴെയിട്ട് ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്ന കുറെ തെമ്മാടികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉണ്ടായത്. വാച്ചർക്കെതിരെ, ദേവസ്വം വാച്ചർക്കെതിരെ പരാതി ഉണ്ടായിരുന്നല്ലോ. അവിടെ ദേവസ്വം വാച്ചർക്കെതിരെ പരാതി ഉണ്ടായി, തള്ളി എന്ന് പറഞ്ഞിട്ട്. ശരി, ശ്രീ ആർ വി ബാബു,